I hope I am both visible and audible to all of you. I'd like to start by asking you a question. Would you like this session to be entirely in English or in English and Malayalam? The choice is yours. So you may respond, please. Would you like this session to be entirely in English or a combination of English and Malayalam? The choice is yours. You may respond, please. Sure. So I have one response that it should ideally be in English and Malayalam. So I think I'll follow that format throughout this session. Okay. You see, when you hear the term artificial intelligence, it brings to your mind visions of an intelligent robot, like the one that you would have seen in the movie Yandhila, which is superhuman in capabilities and which turns against humanity later and causes a lot of destruction. So this is the image that comes to your mind when you hear the term artificial intelligence. Nothing could be more wrong. It is absolutely wrong. മലയാളത്തിൽ പറഞ്ഞത് നമ്മൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ടേം കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ വരുന്നത് ഒരു ഇന്റലിജന്റ് റോബോട്ടിന്റെ ഇമേജാണ്. ഈ ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു എന്ന് നോക്കിയാൽ നമ്മൾ കാണുന്ന സയൻസ് ഫിക്ഷൻ മൂവീസിലെല്ലാം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുമ്പോൾ തന്നെ ഒരു ഇന്റലിജന്റ് റോബോട്ടാണ് പിക്ചറിൽ വരിക. ഈ റോബോട്ട് പിന്നീട് സൂപ്പർ ഹ്യൂമൻ കേപ്പബിലിറ്റീസ് ഒക്കെ അക്വയർ ചെയ്ത് മനുഷ്യനെതിരെ തിരിഞ്ഞ് വലിയ കലാമിറ്റീസും കറ്റാസ്ട്രോഫി ഒക്കെ ഉണ്ടാക്കുന്നതായിട്ടാണ് നമ്മൾ സാധാരണ ഈ മൂവീസിലൊക്കെ കാണുന്നത്. ഇത് ആക്ച്വലി ഒരു ശുദ്ധ അസംബന്ധമാണ്. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോ വിചാരിക്കുന്നത് പോലെ മനുഷ്യരെ പോലെ എല്ലാ കേപ്പബിലിറ്റീസും ഉള്ള ഒരു ആർട്ടിഫിഷ്യൽ ബീയിങ് അല്ല. മനുഷ്യരെ പോലെ എല്ലാ കേപ്പബിലിറ്റീസും ഉള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഷിയർ വേസ്റ്റേജ്, അട്ടർ കംപ്ലീറ്റ് വേസ്റ്റ്. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. എന്താണ് നമുക്ക് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കൊണ്ട് നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണ്? ഏതെങ്കിലും ഒരു പ്രത്യേക ടാസ്ക് മനുഷ്യർക്ക് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും സുപ്പീരിയർ ആയിട്ട് ചെയ്യാനാണ് നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഡിസൈൻ ചെയ്യാം. Or in other words, an artificial intelligence is a master of one trade. It is not a jack of all trades. നമ്മൾ ഹ്യൂമൻ ബീയിങ്സ് പൊതുവെ we are all jacks of all trades. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ക്രിയേറ്റ് ചെയ്യുന്നത് വെറും അസംബന്ധമാണ്. എന്തുകൊണ്ടാണ്? അപ്പൊ അതിന്റെ മെമ്മറിയും പ്രോസസിംഗ് കപ്പാസിറ്റി ഒക്കെ ഈ എല്ലാ ടാസ്കിലേക്കും ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും. അങ്ങനെ വരുമ്പോൾ അതിന്റെ ലിമിറ്റഡ് പെർഫെക്ഷൻ, അതിന് വലിയ സൂപ്പർ ഹ്യൂമൻ കേപ്പബിലിറ്റീസ് ഒന്നും പറ്റാതെ വരും. ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉണ്ടാക്കിയിട്ടെന്താ കാര്യം? അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ആക്ച്വലി ഇറ്റ്സ് ലൈക്ക് ക്രിയേറ്റിംഗ് അനദർ ഹ്യൂമൻ ബീങ്. ഈ ലോകത്ത് ബില്യൺസ് ഓഫ് ഹ്യൂമൻ ബീങ്സ് ഉണ്ട്. വേറൊരു ഹ്യൂമൻ ബീയിങ്ങിനെ പോലെയുള്ള ഒരു മെഷീൻ വേറൊരെണ്ണം ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് പ്രയോജനം? കംപ്ലീറ്റ് വേസ്റ്റ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സയൻസ് ഫിക്ഷൻ മൂവീസിലൊക്കെ കാണുന്ന മനുഷ്യരെ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് വെറും അസംബന്ധമാണ്. കാര്യം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ക്രിയേറ്റ് ചെയ്തിട്ട് യാതൊരു ഗുണവും ഇല്ല. അതിന്റെ പ്രോസസിംഗ് കപ്പാസിറ്റിയും മെമ്മറിയും ഒക്കെ ഈ ടാസ്കുകളിലേക്കൊക്കെ ഡിവൈഡ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിന് മനുഷ്യരെ പോലെ ഇംപെർഫെക്ഷൻ വരും. കാര്യം അതിന് ലിമിറ്റഡ് ആയിട്ടുള്ള കപ്പാസിറ്റി മാത്രമേ ഒരു ടാസ്കിന് അലൊക്കേറ്റ് ചെയ്യാൻ പറ്റൂ. ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉണ്ടാക്കിയിട്ട് എന്താ കാര്യം? അപ്പോൾ നമ്മൾ ആദ്യമേ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഈ സിനിമയിൽ കാണുന്ന ഇന്റലിജന്റ് റോബോട്ട്സ് അതൊരു നോൺസെൻസിക്കൽ ഐഡിയ ആണ്. പിന്നെ എന്താണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്? ഏതെങ്കിലും ഒരു ടാസ്ക് മനുഷ്യരെക്കാളും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെഷീൻ. അത് ഒരു ടാസ്ക് ആകാം, കുറച്ച് ടാസ്കുകളാകാം. ഒന്നിൽ കുറച്ച് ടാസ്കുകൾ മനുഷ്യരെക്കാളും നന്നായി പെർഫോം ചെയ്യുന്ന ഒരു റോബോട്ടിനെ അല്ലെങ്കിൽ ഒരു ഇന്റലിജൻസിനെ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വിളിക്കാം. അപ്പൊ ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് കാണപ്പെടുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്
ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫേസ് റെക്കഗ്നിഷൻ. ഇതിന്റെ ആപ്ലിക്കേഷൻ എന്താണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. കാര്യം ഇന്നിപ്പോ ഇന്റർപോൾ ആയാലും നമ്മുടെ നാട്ടിലെ അല്ലെങ്കിൽ US-ലെ CIA ആയാലും നമ്മുടെ നാട്ടിലിപ്പോ ഭയങ്കരമായിട്ട് പോപ്പുലറായി നിൽക്കുന്ന NIA ആയാലും CBI ആയാലും റോ ആയാലും റിസർച്ച് ആൻഡ് അനാലിസിസ് വിങ്, ഇങ്ങനെയുള്ള ഏത് ഒരു ഡിറ്റക്റ്റീവ് ഏജൻസി ആയാലും അവരുടെ മുമ്പിലുള്ള ഏറ്റവും വലിയ ചാലഞ്ചാണ് ഫേസ് റെക്കഗ്നിഷൻ. ഇപ്പൊ നമ്മളൊരു കുറ്റകൃത്യം ചെയ്ത ആൾ, അയാൾ പല രീതിയിൽ അയാളുടെ അപ്പിയറൻസ് മാറ്റും പിടിക്കപ്പെടാതിരിക്കാൻ. നാച്ചുറലി അയാൾ പിടിക്കപ്പെടാതിരിക്കാൻ ഉള്ള ഏറ്റവും നല്ല വഴി അപ്പിയറൻസ് മാറ്റുക എന്നുള്ളതാണ്. അത് പണ്ട് കാലത്ത് നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ, പഴയ സിനിമ CID എന്ന് പറഞ്ഞ് ആ സിനിമകളിലൊക്കെ കാണാൻ താടിയൊക്കെ വെച്ച് ഒരു കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാരെ ഈ തിരിച്ചറിയാതിരിക്കാനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന മാർഗം. അത് പിന്നീട് ടെക്നോളജി, മെഡിസിൻ, പ്ലാസ്റ്റിക് സർജറി, കോസ്മെറ്റോളജി ഇതൊക്കെ അഡ്വാൻസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്ലാസ്റ്റിക് സർജറി ചെയ്ത് മുഖം തന്നെ മാറ്റുന്ന ഒരു രീതിയിലേക്ക് വന്നു. അപ്പൊ ഇങ്ങനെ ഒരു രീതിയിലും തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ ക്രിമിനൽസ് അവരുടെ അപ്പിയറൻസ് ചേഞ്ച് ചെയ്യും. ചേഞ്ച് ചെയ്ത ഒരു ക്രിമിനൽ, അതായത് അപ്പിയറൻസ് മാറ്റിയ ഒരു ക്രിമിനലിനെ ഡിറ്റക്ട് ചെയ്യാൻ ഹ്യൂമൻ ഇന്റലിജൻസ് കൊണ്ട് പറ്റില്ല. So this is where the first role of artificial intelligence is in face recognition. അപ്പൊ ഇനി എന്റെ ഒരു ചോദ്യം നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ആൻസർ ചെയ്യാം. ഇപ്പൊ ഒരാൾ മുഖം മറയ്ക്കാനായിട്ട് ഇപ്പൊ ഒരു ക്ലീൻ ഷേവൻ ആയിട്ടുള്ള ഒരു ക്രിമിനൽ, അയാൾ കുറ്റകൃത്യം ചെയ്തതിന് ശേഷം he grows a beard, he puts on sunglasses. ഇയാൾ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ എങ്ങനെ ഐഡന്റിഫൈ ചെയ്യാനാകും? Can you guess? Anybody can answer. It's a simple common sense question. അതായത് a criminal after doing a crime, he was clean shaven at that point of doing the crime. Subsequently, he grows a beard, he puts on sunglasses. ഇനി വേണമെങ്കിൽ he clean shaves his head. അതായത് ക്രൈം ചെയ്യുന്നതിന് മുമ്പ് മുടിയുള്ള ക്ലീൻ ഷേവൻ ആകും. ക്രൈം ചെയ്തതിന് ശേഷം he shaved off his hair on his head. He grows a thick beard. He puts on sunglasses. ഇയാളെ ഹ്യൂമൻ ഇന്റലിജൻസ് കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റില്ല, ഇംപോസിബിൾ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് എങ്ങനെ പറ്റും? Can you guess? I am inviting answers from you. Can you guess? പറയാമോ? Anyone? Okay. One of the attendees of this webinar has answered radius of the face. Okay. Please note, the world has billions of human beings. So many of them may have the same radius. So if you go by radius of the face, you're likely to identify the face of the criminal as that of thousands of others with the same radius for the face, because the world has billions of people. അപ്പൊ അത് പറ്റില്ല. വേറെ എന്തെങ്കിലും വഴി തോന്നുന്നുണ്ടോ? Any intelligent answers? What do you say? What is that? Facial algorithm. Okay. This is Amal Shahji. He says facial algorithm. Can you explain? That's a reasonably good answer. Amal Shahji, can you explain? Can you speak out? That's a reasonably good answer. Please explain.
You can speak out. Your audio is on now. Speak out, please. Okay, Amal Shaju, speak out. Are you feeling you are now typing instead of speaking out? Okay. Okay. Fine. Okay. I'm happy that Amal Shaju has a reasonably good idea. I would try and explain this to you. നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ഐഡന്റിഫൈ എന്ന് വെച്ചാൽ അയാളുടെ ഫേസ് വിൽ ബി ഫസ്റ്റ് ഡിവൈഡഡ് ഇൻടു സ്മോൾ പാച്ചസ്. നമ്മുടെ ഈ ക്രിമിനൽ ആക്ട് ചെയ്ത ആളുടെ ഫേസ് ചെറിയ ചെറിയ പാച്ചായിട്ട് ആദ്യം ഡിവൈഡ് ചെയ്യും. Each of these patches would contain many pixels and micro pixels. ആ ഓരോ പാച്ചിലും ഒരുപാട് പിക്സൽസും മൈക്രോ പിക്സൽസും. അപ്പൊ ഈ വളരെ ഫൈൻ ആയിട്ടുള്ള ഇമേജ് ഓഫ് ഈച്ച് സ്മോൾ പാച്ച്, ഈ പിക്സൽസും മൈക്രോ പിക്സൽസും ഉള്ള ചെറിയ ചെറിയ പാച്ചസിലാണ് ഈ ഇമേജ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് പറ്റും? ഇപ്പൊ അയാൾ എന്തൊക്കെയാണ് കവർ ചെയ്തത്? ബൈ ഗ്രോയിങ് എ ബിയർഡ് he is actually covered. He has actually covered half of his face by growing the beard. By putting on the sunglasses, he has covered his eyes, so his retinal image is not available now. But his nose is exposed, his ears are exposed. The small patch of his face between the sunglasses and the beard is exposed. This patch, which is stored in the artificial intelligence, are small micropixels, small patches, very fine, highly magnified patches. Now, what the artificial intelligence will do, it will match each of these patches with the image of the criminal. മലയാളത്തിൽ പറഞ്ഞാൽ നമ്മുടെ ക്രിമിനലിന്റെ ഇമേജ് ചെറിയ ചെറിയ പാച്ച് ആക്കി മൈക്രോ പിക്സൽസും പിക്സൽസുമാണ് വളരെ എൻലാർജ് ചെയ്ത് അതിന്റെ മെഷർമെന്റ് സഹിതം ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്റ്റോർ ചെയ്തിട്ടുണ്ട്. Which includes his nose, his ears, all exposed parts of his face. His forehead is exposed now. His ears are exposed now. His nose is exposed now. ഇതെല്ലാം വളരെ ചെറിയ ഫൈൻ പാച്ചസ് ആയിട്ട് സ്റ്റോർ ചെയ്തിട്ട് അതിന്റെ മെഷർമെന്റ്സ് ഉണ്ട്. So the artificial intelligence would cross-match this with the disguised man. നമ്മുടെ പുതിയ താടിയൊക്കെ ഉള്ളത്തെ ആളുമായിട്ട് അത് ക്രോസ് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് വളരെ എളുപ്പത്തിൽ കൃത്യമായി ഇത് അയാളാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഫേസ് റെക്കഗ്നിഷന്റെ ഒരു മെത്തേഡ്. ഇതേപോലെ അപ്പൊ പ്ലീസ് നോട്ട്, അപ്പൊ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഒക്കെ ഇവിടെ പറഞ്ഞത് നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു റോബോട്ടോ ഒന്നുമല്ല. എന്താണ് സംഭവം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് ജസ്റ്റ് എ ക്യാമറ വിത്ത് എ പ്രോസസർ. ഇവിടെ നമ്മുടെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുന്ന ഒരു ക്യാമറയും അതിന്റെ പ്രോസസറുമാണ്, അത്രേ ഉള്ളൂ. അപ്പൊ പ്ലീസ് നോട്ട് ഗൈസ് ആൻഡ് ഗേൾസ്, ഒരു റോബോട്ട് ഇങ്ങനെ വന്ന് സൂപ്പർ ഹ്യൂമൻ ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് ഒരു അസംബന്ധമാണ്. ബൈ ദ വേ, ഇപ്പൊ ബിടെക് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ അതും നമ്മുടെ AICT കൊണ്ടുവന്നിട്ടുണ്ട്. ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് കൂടാതെ ബിടെക് റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ. അപ്പൊ നമ്മൾ പലരുടെയും ധാരണ ഇത് സെയിം അല്ലേ? ഈ റോബോട്ട് എന്ന് പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് അല്ലേ? അല്ല. റോബോട്ട് ഓപ്പറേറ്റ്സ് ആണ് പ്രോഗ്രാം. റോബോട്ടിന്റെ ടാസ്ക് എന്താണ്? ചിലപ്പോൾ വളരെ ഫൈൻ ആയിട്ടുള്ള ചില സാധനങ്ങൾ പിക്കപ്പ് ചെയ്യാനായിരിക്കാം, ചില സ്ക്രൂസ് ചില പൊസിഷനിൽ കറക്റ്റ് ആയിട്ട് സ്ക്രൂ ചെയ്യാനായിരിക്കാം. So please note, the robot need not be an artificial intelligence. It can be programmed. See, anything which is programmed is not an artificial intelligence. An artificial intelligence is something which learns by itself, either supervised or unsupervised. അപ്പൊ നമ്മുടെ റോബോട്ട് എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസേ അല്ല. സാധാരണ റോബോട്ട് എന്ന് പറയുന്നത് എന്താണ്?
പ്രോഗ്രാംഡ് ആണ്. ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ നമ്മൾ പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് യാതൊരു ബന്ധവും ഇതിനില്ല. അപ്പൊ റോബോട്ടിക്സ് ആൻഡ് ഓട്ടോമേഷൻ വേറെ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വേറെ. അത് നമുക്ക് ക്ലിയർ ആയി. ഇനി നമ്മുടെ നമ്മളിപ്പോ പറഞ്ഞല്ലോ ഈ ഫേസ് റെക്കഗ്നിഷൻ, അതിന്റെ ഒരു സ്ലൈഡ് നമുക്ക് കാണാം. അപ്പൊ വളരെ കൃത്യമായിട്ട് ഈ സംഭവം മനസ്സിലാവും. Could you put that slide, please? Hassle, can you see the slide? Can you see the slide? Somebody respond. Can you see this? Yes, yes, yes. Yes? Hello? Yes. Yes, sir. Yes, sir. Good. Okay. അപ്പൊ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ കണ്ടോളൂ. കാര്യം ഇപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന വളരെ കോംപ്ലിക്കേറ്റഡ് ടെക്നോളജിയുടെ എസൻസ്. കാര്യം ഇത് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ എസൻസ് കിട്ടും. പിന്നെ ഇതിന്റെ ഏത് ആപ്ലിക്കേഷനും ഈ ഒരു വിഷ്വൽ മനസ്സിലുണ്ടെങ്കിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, സോ an artificial intelligence comprises of neural networks. നമ്മുടെ ഹ്യൂമൻ ബ്രെയിനും നിറയെ ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ്. അതേപോലെയുള്ള കുറെ ന്യൂറൽ നെറ്റ്വർക്ക്സ് തന്നെയാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. ഓക്കെ, അപ്പൊ ഇവിടെ എന്താ സംഭവിക്കാന്ന്, ആദ്യത്തെ ലൈൻ കണ്ടോ, ഈ ചെറിയ ഡോട്ട്സ് ഉള്ള ആ ലൈൻ, അതാണ് ഫസ്റ്റ് റോ ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്, ആദ്യത്തെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ടാസ്ക് ഇവരെ എങ്ങനെ ചെയ്യുമെന്ന് നോക്കാം. ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എങ്ങനെ ചെയ്യും? ആദ്യത്തെ റോയില് നമ്മുടെ ഈ ക്രിമിനൽ, നമ്മളെ കുറ്റകൃത്യം ചെയ്ത ആളുടെ ഫേസിന്റെ ചെറിയ പാച്ചസ് ആണ് ഓരോ ന്യൂറോണിലും ഉള്ളത്. ഓരോ ന്യൂറോൺ എന്ന് വിചാരിക്കുക, ആ കാണുന്ന ന്യൂറോൺ ഹ്യൂമൻ ബ്രെയിനിലെ ന്യൂറോൺ ആണ്. അതേപോലെ ഓരോ ന്യൂറോൺ ആണെന്ന് വിചാരിക്കുക ആദ്യത്തെ റോ. അപ്പൊ ആദ്യത്തെ റോയില് ഓരോന്നിലും നമ്മുടെ ക്രിമിനലിന്റെ ഫേസിന്റെ ഓരോ ചെറിയ പാച്ചാണ്. ഓക്കെ, ഓരോന്നിലും ഓരോ പാച്ചാണ്. അപ്പൊ ആദ്യം എന്ത് ചെയ്യും, ആദ്യത്തെ ലൈൻ ഓഫ് ന്യൂറോൺസ് will try to cross match the image of the tiny patch of the face of the criminal with the new image. New image എന്താണ്, നമ്മൾ ഈ താടി വെച്ച ആളുടെ ഇമേജുമായിട്ട് ക്രോസ് മാച്ച് ചെയ്യാം. അപ്പൊ നമുക്കറിയാം
ഇതിൽ ക്രോസ് മാച്ച് ചെയ്യാൻ പറ്റുക നോസ്, ഇയേഴ്സ് ആൻഡ് സ്മോൾ പാച്ച് ഓഫ് ദ ഫേസ്. അപ്പോ ആ പാച്ച് റീഡ് ചെയ്യുന്ന ന്യൂറോൺ ക്രോസ് മാച്ച് ചെയ്തിട്ട് എത്ര പെർസെൻറ്റേജ് മാച്ച് ഉണ്ട് എന്നുള്ളത് അടുത്ത സെറ്റ്സ് ഓഫ് ന്യൂറോൺസിലേക്ക് കടത്തിവിടും. അടുത്ത റോ, രണ്ടാമത്തെ റോ ഉണ്ടാവും, കുറച്ചുകൂടെ വലിയ ഡോട്ട്സ്, ആ റോയിലേക്ക് വിടുന്നു. അപ്പൊ ആ റോയിലുള്ള ന്യൂറോൺസ് എന്ത് ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പോ നോസ് എടുത്താൽ നോസിൽ നമ്മൾ ചെറിയ ചെറിയ കുറേ പാച്ചസ് ആണ് നോസ് നമ്മൾ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ സെക്കൻഡ് ലൈൻ ഓഫ് ന്യൂറോൺസിൽ ഏറ്റവും ടോപ്പിലെ ന്യൂറോൺ എന്ത് ചെയ്യുന്ന വെച്ചാൽ നോസിലെ പാച്ചസിന്റെ എല്ലാം ടോട്ടൽ ചെയ്യും. അപ്പൊ ഒന്നുകൂടെ പറയാം, ഫസ്റ്റ് സെറ്റ് ഓഫ് ന്യൂറോൺസ് ഓരോ ചെറിയ ചെറിയ പാച്ച് ക്രോസ് മാച്ച് ചെയ്ത് എത്ര പെർസെൻറ്റേജ് മാച്ച് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. സെക്കൻഡ് സെറ്റ് ഓഫ് ന്യൂറോൺസ് അതിൽ നിന്ന് നോസിൽ വരുന്ന പാച്ചസിന്റെ എല്ലാം കൂടി ടോട്ടൽ എത്ര പെർസെൻറ്റേജ് ആണ് മാച്ച് വരുന്നതെന്ന് കണ്ടുപിടിച്ചു. സെക്കൻഡ് സെറ്റ് ഓഫ് ന്യൂറോൺസിൽ ഏറ്റവും ടോപ്പിലെ ന്യൂറോൺ. രണ്ടാമത്തെ ന്യൂറോൺ ചിലപ്പോ ഈ ഇയറിൽ എത്ര പെർസെൻറ്റേജ് മാച്ച് വരുന്നു, ഇയറിലെ ഓരോ പാച്ചിന്റെയും ക്രോസ് മാച്ച് ചെയ്ത് പെർസെൻറ്റേജ് ആഡ് ചെയ്ത് എത്ര പെർസെൻറ്റേജ് മാച്ച് വരുന്നു എന്നുള്ളത് രണ്ടാമത്തെ ന്യൂറോൺ കണ്ടുപിടിച്ചു. ഓക്കെ, അടുത്ത സെറ്റിലേക്ക് വരുമ്പോൾ അത് ഫേസിനെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പോ യു ഹാവ് റൈറ്റ് അപ്പർ, റൈറ്റ് ലോവർ, ലെഫ്റ്റ് ലോവർ, ലെഫ്റ്റ് അപ്പർ, ഇങ്ങനെ 4 പാച്ച്. ഒന്ന് വേറെ രീതിയിൽ പറഞ്ഞാൽ അപ്പർ റോയില് റൈറ്റും ലെഫ്റ്റും, ലോവർ റോയില് റൈറ്റും ലെഫ്റ്റും, ഇങ്ങനെ 4 പാച്ച് ആക്കിയിരിക്കുകയാണ് ഫേസിൽ. അതിൽ ഓരോ പാച്ചിലും എത്ര പെർസെൻറ്റേജ് മാച്ച് ആണെന്നുള്ളത് നമ്മുടെ മൂന്നാമത്തെ റോയില് ഓരോ ന്യൂറോണും, ആദ്യത്തെ ന്യൂറോൺ ചിലപ്പോൾ അപ്പർ റൈറ്റ്, രണ്ടാമത്തെ ന്യൂറോൺ അപ്പർ ലെഫ്റ്റ്, മൂന്നാമത്തെ ന്യൂറോൺ ലോവർ റൈറ്റ്, നാലാമത്തെ ന്യൂറോൺ ലോവർ ലെഫ്റ്റ്. ഇതിന്റെ ടോട്ടൽ ഇടും എത്ര പെർസെൻറ്റേജ് മാച്ച് ഉണ്ട്. ഇനി ഫൈനൽ സെറ്റ് ഓഫ് ന്യൂറോൺസ്, 3 അപ്പൊ നമ്മൾ സസ്പെക്ട് ചെയ്യുന്നത് 3 ക്രിമിനൽസിൽ ആരാണിതെന്ന് വിചാരിക്കുക. തോമസ് ആണോ, ആന്റണി ആണോ, ജോൺ ആണോ എന്ന് വിചാരിക്കുക. ഇതിൽ ആരാണെന്നാണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അപ്പൊ മൂന്നാമത്തെ സെറ്റ് ഓഫ് ന്യൂറോൺസ് എന്ത് ചെയ്യും, ആദ്യത്തേത് കണ്ടുപിടിക്കുക എത്ര പെർസെൻറ്റേജ് ആണ് ആന്റണി. ആന്റണിയുമായിട്ട് 15% മാച്ച്. സെക്കൻഡ് ന്യൂറോൺ ജോണുമായിട്ട് 25% മാച്ച്. തേർഡ് ന്യൂറോൺ തോമസുമായിട്ട് 65% മാച്ച്. അപ്പൊ നമ്മൾക്ക് ക്ലിയർ ആയി ഇത് തോമസ് ആകാനാണ് സാധ്യത. ഇങ്ങനെയാണ് ഫേസ് റെക്കഗ്നിഷൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വർക്ക് ചെയ്യുക. ഇത് ക്ലിയർ ആയിട്ട് കണ്ടുപിടിക്കും. കാര്യം എന്താണെന്ന് വെച്ചാൽ അയാൾ കാര്യം താടി വെച്ചു, ഗ്ലാസസ് വെച്ചു, തല ക്ലീൻ ഷേവ് ചെയ്തു, ഇതൊന്നും കാര്യമില്ല. അയാളുടെ നോസിലാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അയാളുടെ നോസ് എത്ര പെർസെൻറ്റേജ് മാച്ച്, അയാളുടെ ഇയേഴ്സ് എത്ര പെർസെൻറ്റേജ് മാച്ച്, അയാളുടെ എക്സ്പോസ്ഡ് പോർഷൻസ് ഓഫ് ദ ഫേസ് എത്ര പെർസെൻറ്റേജ് മാച്ച്, ഇത് വെച്ചിട്ട് നമ്മൾ ആ ക്രിമിനലിനെ കൃത്യമായി എടുക്കും. അപ്പൊ ന്യൂറൽ നെറ്റ്വർക്കിൽ പ്രധാന കാര്യം ഫസ്റ്റ് റോയില് വളരെ ചെറിയ ചെറിയ പാച്ച് ആയിട്ടാണ് ഡേറ്റ സ്റ്റോർ ചെയ്തിരിക്കുന്നത്. സെക്കൻഡ് റോ വരുമ്പോൾ അത് കുറച്ചുകൂടി വലിയൊരു പാച്ചിലെ കൺസോൾട്ടേറ്റ് ചെയ്യും. തേർഡ് റോ വരുമ്പോൾ കുറച്ചുകൂടെ വലിയൊരു പാച്ചിലെ കൺസോൾട്ടേറ്റ് ചെയ്യും. ഫോർത്ത് റോ വരുമ്പോൾ നമുക്ക് ഫൈനൽ സെറ്റ് ഓഫ് റിസൾട്ട്സ് എത്തും. പ്ലീസ് നോട്ട്, every neuron is connected to every other neuron in the next row. Every neuron in the first row is connected to every other neuron in the second row. Every neuron in the second row is connected to every other neuron in the third row. And it goes on similarly. ഇതാണ് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ വർക്കിംഗിന്റെ എസെൻസ്. ഇനി വോയിസ് റെക്കഗ്നിഷനിലേക്ക് പോയാൽ, വോയിസ് ആദ്യത്തെ സെറ്റ് ഓഫ് ന്യൂറോൺസിൽ നമ്മൾ സ്റ്റോർ ചെയ്തിരിക്കുന്നത്, ഇപ്പൊ ഉദാഹരണത്തിന് എന്റെ വോയിസ് ആണെങ്കിൽ എന്റെ വോയിസിന്റെ ബാസ്, എന്റെ വോയിസിന്റെ ടെനർ, എന്റെ വോയിസിന്റെ ലൗഡ്നെസ്, ഞാൻ ചില പ്രത്യേക അക്ഷരങ്ങൾ ഉച്ചരിക്കുന്ന രീതി, ഞാൻ ചില വാക്കുകൾ ഉച്ചരിക്കുന്ന രീതി,
ഞാൻ ഉപയോഗിക്കുന്ന ചില വാക്കുകൾ, ഞാൻ സെന്റൻസ് കമ്പോസ് ചെയ്യുന്ന രീതി, ഇത് ഓരോന്നും ആദ്യത്തെ സെറ്റ് ഓഫ് ന്യൂറോൺസ് മാച്ച് ചെയ്യും. സെക്കൻഡ് സെറ്റ് ഓഫ് ന്യൂറോൺസ് എന്ത് ചെയ്യും? അത് കൺസോളിഡേറ്റ് ചെയ്യും. തേർഡ് സെറ്റിൽ വരുമ്പോൾ കുറച്ചുകൂടി കൺസോളിഡേറ്റ് ചെയ്യും. ഫോർത്ത് സെറ്റില് ഇത് ഞാനാണോ സംസാരിക്കുന്നത്, അതോ വേറൊരു ജോസഫാണോ സംസാരിക്കുന്നത്, അതോ റഹീമാണോ സംസാരിക്കുന്നത്, എത്ര പെർസെന്റേജ് മാച്ച് ഉണ്ടെന്നുള്ളത് ഫൈനൽ ഡിസ്പ്ലേയിൽ വരും. അതിൽ എന്റെ സൗണ്ടുമായിട്ടാണ് കൂടുതൽ മാച്ചിങ്. വി ഹാവ് റെക്കഗ്നൈസ്ഡ് my voice. So this is the basic essence of artificial intelligence. ഇത് മനസ്സിലായോ അതോ ഇല്ലയോ? അപ്പൊ നമ്മൾ ഒന്നുകൂടെ പറയാണ്, റോബോട്ടിക്സ് ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. റോബോട്ടിക്സ് എന്ന് പറയുന്നത് പ്രോഗ്രാംഡ് ആയിട്ടുള്ള മെഷീൻസ് ആണ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ചുകൊണ്ടുള്ള റോബോട്ട്സ് ഉണ്ട്, വളരെ റെയറാണ്. റോബോട്ട്സ് നമ്മൾ സാധാരണ പ്രോഗ്രാംഡ് ആണ്, ഒരു പ്രത്യേക ടാസ്ക് ചെയ്യാൻ. നമ്മൾ സിനിമയിൽ കാണുന്ന എല്ലാ മനുഷ്യരെക്കാളും സുപ്രീമായിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന തരം റോബോട്ട്സ് ഇല്ല എന്ന് മാത്രമല്ല, അത് ഉണ്ടാക്കുന്നത് മഹാമണ്ടത്തരമാണ്. കാര്യം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന് ഒരു കാര്യം നന്നായി ചെയ്യാൻ പറ്റണമെങ്കിൽ അതിന്റെ പ്രോസസ്സിംഗ് കപ്പാസിറ്റിയും മെമ്മറിയും ടോട്ടലായിട്ട് ആ കാര്യത്തിന് ഡെഡിക്കേറ്റ് ചെയ്യണം. അല്ലാതെ നമ്മൾ മനുഷ്യരെന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ കാർ ഡ്രൈവ് ചെയ്യും, നമ്മൾ പാട്ട് പാടും, നമ്മൾ മതിലി ആടും, നമ്മൾ എന്തൊക്കെ ചെയ്യും, നമ്മൾ മേക്കപ്പ് ഇടും. ഇങ്ങനെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? നമ്മുടെ ഹ്യൂമൻ ബ്രെയിൻ, എന്തുകൊണ്ടാണ് നമ്മൾ ആരും സൂപ്പർ ഹ്യൂമൻസ് ആകാത്തത്? കാര്യം നമ്മുടെ ബ്രെയിൻ കപ്പാസിറ്റി ഒരുപാട് കാര്യങ്ങൾക്ക് നമ്മൾ ചെലവഴിക്കുമ്പോൾ നമ്മൾ ഒന്നിനും പെർഫെക്ഷൻ ആവില്ല. നമുക്കൊരു സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാൻ ഏതെങ്കിലും മനുഷ്യന് പറ്റുമോ സ്കെയിലില്ലാതെ? ഒരു പെർഫെക്റ്റ് സ്ട്രൈറ്റ് ലൈൻ ഇമ്പോസിബിൾ. അപ്പൊ ഇതുപോലെ ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉണ്ടാക്കിയിട്ട് എന്ത് കാര്യം? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അത് ഏതെങ്കിലും ഒരു കാര്യം വളരെ പെർഫെക്ഷനിൽ ചെയ്യാനാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. അല്ലാതെ എല്ലാ കാര്യങ്ങളും ചെയ്ത് മനുഷ്യർ ചെയ്യുന്ന പോലെ ഇംപെർഫെക്റ്റ് ആയിട്ട് ചെയ്യാനല്ല. റോബോട്ടിക്സ് ഇസ് കംപ്ലീറ്റ്ലി ഡിഫറെന്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഇസ് ഡിഫറെന്റ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു കഥാപാത്രമല്ല. ഇപ്പൊ ഈ കേസില് ഫേസ് റെക്കഗ്നിഷനിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഒരു ക്യാമറയും അതിന്റെ പുറകിലുള്ള ഒരു AI ബേസ്ഡ് പ്രോസസ്സർ, ഇത്രേ ഉള്ളൂ. അതിന് യന്ത്രങ്ങളിൽ കാണുന്ന ആ ടൈപ്പ് ഫോം അല്ല. അപ്പൊ ഇതാണ് ബേസിക്. അപ്പൊ നമ്മൾ ഈ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം, നമ്മൾ പഠിക്കുന്നത് മറ്റാർക്കും അറിയാത്ത കുറെ കാര്യങ്ങളാണ്. നമ്മൾ ചെയ്യാൻ പോകുന്നതും മറ്റൊരു മെഷീനും ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. സൂപ്പർ ഹ്യൂമൻ കേപ്പബിലിറ്റീസ് അത് ക്രിയേറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ റോൾ. നമ്മളുടെ റോൾ പ്രോഗ്രാംസ് ഉണ്ടാക്കി മെഷീൻസിനെ പ്രോഗ്രാംഡ് മെഷീൻസിനെ ഉണ്ടാക്കലല്ല. അത് റോബോട്ടിക്സുകാരുടെയും CS-കാരുടെയും ഒക്കെ റോളാണ്. നമ്മുടെ റോൾ എന്താണ്? സെൽഫ് ലേണിങ്ങിന് കപ്പാസിറ്റി ഉള്ള, അത് സൂപ്പർവൈസ്ഡ് ആകാം അല്ലെങ്കിൽ അൺസൂപ്പർവൈസ്ഡ് ആകാം ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്. അത് വളരെ വലിയൊരു സംഭവമാണ്, ബിഗ് തിങ്. അത് മറ്റു പ്രോഗ്രാമിനേക്കാളും ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ഒരു സംഭവം. ഓക്കെ, അപ്പൊ ഈ ന്യൂറൽ നെറ്റ്വർക്സിന്റെ വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായോ? റെസ്പോണ്ട് ചെയ്യാം. ഐ വുഡ് ഇൻവൈറ്റ് ഓഡിയോ റെസ്പോൺസസ്. കാര്യം എനിക്കൊരു ഇപ്പൊ നിങ്ങളൊരു മെസ്സേജ് ടൈപ്പ് ചെയ്യുമ്പോൾ എനിക്ക് നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ മനസ്സിലാവുന്നില്ല. പ്ലീസ് റെസ്പോണ്ട് ഇൻ ഓഡിയോ മോഡ് പ്ലീസ്. Have you understood? Yes, sir. Yes, sir. Yes, sir. Yes, sir. Perfectly clear. Yes, sir. അപ്പൊ ആദ്യം പറഞ്ഞാൽ വെരി ക്ലിയർ. ആദ്യം റെസ്പോണ്ട് ചെയ്ത ആരാണ്? ഇപ്പൊ ആദ്യം റെസ്പോണ്ട് ചെയ്ത ആള് പേരെന്ന് പറയാം. ആസിഫ്. അപ്പൊ ആസിഫ്, ഒരു ചെറിയ ഹെൽപ്പ് വേണ്ടത്. യു ആർ ആക്ച്വലി ഹെൽപ്പിംഗ് മീ ഔട്ട്. മനസ്സിലായത് എന്താണെന്ന് ഒന്ന് പറഞ്ഞേക്കാം. You put it in English, Malayalam, whatever, please. സർ, അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരിക്കലും ഒരു മെഷീൻസിന് ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ റോബോട്ടിന് ഉണ്ടാക്കുന്നതോ അല്ല. അത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംതിങ് ലേൺ ബൈ ഇറ്റ് സെൽഫ് ബൈ സൂപ്പർവൈസ് ഓർ നോൺ സൂപ്പർവൈസ് വേ. Good start. Go on. Good start. Go on. Little more.
പിന്നെ അത് artificial intelligence is entirely different from robotics and it's a superhuman capacity. ഓക്കെ ഓക്കെ. പിന്നെ ന്യൂറൽ നെറ്റ്വർക്കിനെ കുറിച്ചൊരു രണ്ടുപേരും. അത് ന്യൂറൽ നെറ്റ്വർക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ ഫേസ് റെക്കഗ്നൈസേഷന്റെ കേസിൽ എടുത്തു കഴിഞ്ഞാല് അത് ആദ്യം ഒരു ഇപ്പം ഫേസ് ഒരു അവിടെ എക്സ്പ്രസ്ഡ് ആയ ഒരു സൈഡ് എന്ന് വെച്ചാൽ ഫേസോ ഇയറോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ ആദ്യം അത് നോസ് രണ്ട് ഇതാണ് ഇമേജസ് ആണ് നമ്മുടെ കയ്യിലുള്ളെങ്കിൽ രണ്ടും തമ്മിൽ ആദ്യം സ്കാൻ ചെയ്യും. അതിൽ ചെറിയൊരു പെർസെന്റേജ് നോസ് മാച്ച് ആയിട്ടുണ്ടെങ്കിൽ അത് വീണ്ടും അതിന്റെ കുറച്ചും കൂടി ഡീപ്പർ സൈഡ് ആയിട്ട് അതിന്റെ ഓരോരു ചെറിയ മൈന്യൂട്ട് സൈഡ് ആയിട്ട് സ്കാൻ ചെയ്യും. അതിൽ ന്യൂറോൺസ് എന്ന് വെച്ചാൽ എവറി ന്യൂറോൺ ഈസ് കണക്റ്റഡ് ടു ദ എവറി നെക്സ്റ്റ് ന്യൂറോൺസ്. അത് ഓരോ ന്യൂറോൺസും അതിന്റെ നെക്സ്റ്റ് ഫസ്റ്റിലത്തെ സെക്കൻഡറി സൈഡിലായിട്ടും സെക്കൻഡിലുള്ള തേർഡിലായിട്ടും എവറി ന്യൂറോൺ ഈസ് കണക്റ്റഡ് ടു ദ നെക്സ്റ്റ് ലെവൽ ഓഫ് എവറി ന്യൂറോൺ. Okay. Wonderful, Asif. Great job. What are you doing? Asif, എന്ത് ചെയ്യുന്നു? ഞാൻ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആണ്. ഇപ്പൊ ഏത് സ്റ്റേജ് ആയി? ഞാൻ തേർഡ് ഇയർ മെക്കട്രോണിക്സ് എഞ്ചിനീയറിംഗ്. Okay. College? Malabar College of Engineering and Technology. Okay. Wonderful, Asif. You made my day. I'm happy. Thank you, sir. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുള്ളത് വളരെ സന്തോഷം. ഇനി നമുക്ക് ചെറിയ കാര്യങ്ങൾ നോക്കിയേക്കാം. ഈ മെഷീൻ ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡീപ്പ് ലേണിംഗും 3 ടേംസ് ആണ്. ഇത് മൂന്നും തമ്മിലുള്ള ഡെഫിനിഷനിൽ വ്യത്യാസമൊക്കെ നമുക്ക് പലയിടത്തും കാണാം. പക്ഷെ ആക്ച്വലി എന്താണ് വ്യത്യാസം എന്നാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡീപ്പ് ലേണിംഗ്, ഇത് നമ്മൾ സ്ഥിരം ഓവർലാപ്പ് ചെയ്തൊക്കെ കേൾക്കുന്ന വാക്കുകളാണ്. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ് എന്ന് ഞാൻ ആസിഫ് ഇത് വളരെ കീനായതുകൊണ്ട് ആസിഫിന് തന്നെ വിടുകയാണ്. എനി ഐഡിയ ആസിഫ്? മൂന്ന് തമ്മിലുള്ള വ്യത്യാസം. ക്വസ്റ്റ്യൻ ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റും? ഓക്കെ. നമ്മൾ സാധാരണ സ്ഥിരം കേൾക്കുന്ന 3 വാക്കുകളാണ് മെഷീൻ ലേണിംഗ്, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, ഡീപ്പ് ലേണിംഗ്. ഇത് മൂന്നും തമ്മിൽ ഡെഫിനിഷനിലെ ഡിഫറൻസ് പലരും പറയും. പക്ഷെ ആക്ച്വൽ ഡിഫറൻസ് മനസ്സിലായോ എന്ന് ചോദിച്ചാൽ കൺഫ്യൂഷനാണ്. അത് നമുക്കൊന്ന് ദൂരീകരിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം. നമ്മൾ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പറയുമ്പോൾ നമ്മൾ മെഷീൻ ലേണിംഗ് അല്ല പഠിക്കുന്നത്, അതിലും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സംഭവമാണ് പഠിക്കുന്നത്. നമ്മൾ എന്നാൽ ഡീപ്പ് ലേണിംഗിന്റെ ലെവലിൽ എത്തിയിട്ടുമില്ല. രണ്ടിനും ഇടയ്ക്കാണ് നമ്മുടെ ലെവൽ ഓഫ് സോഫിസ്റ്റിക്കേഷൻ. അപ്പൊ ഇത് മനസ്സിലായോ എന്നറിയാൻ ആസിഫിന്റെ ആൻസർ വണ്ടർഫുൾ ആൻസർ ആയിരുന്നു നേരത്തെ പറഞ്ഞത്. ഇൻഫാക്ട് ഈ പറഞ്ഞ വെബിനാർസിന്റെ ഒരു കുഴപ്പമാണ്. ഈ ഫാക്കൽറ്റിക്ക് വി ആർ ജസ്റ്റ് പ്ലേയിങ് ബ്ലൈൻഡ്. ഞങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നൊക്കെ. ആ ഒരു സംശയം മാറ്റി തന്നതിന് ഐ എം താങ്ക്ഫുൾ ടു യു. You have understood thoroughly. Wonderful. Okay. അപ്പൊ ഇത് ഒന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ഇപ്പോഴത്തെ ക്വസ്റ്റ്യൻ അതെനിക്ക് അത് അത്ര ഡീറ്റെയിൽ ആയിട്ടല്ല, ജസ്റ്റ് അറിയില്ല. ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചെയ്യാം. നമ്മുടെ ഈ ഗ്രൂപ്പിലെ CS കാരോട് ആരെങ്കിലും ആൻസർ ചെയ്യാവോ? ഡീപ്പ് ലേണിംഗും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും മെഷീൻ ലേണിംഗും തമ്മിലുള്ള വ്യത്യാസം ആണ് നമുക്ക് വേണ്ടത്. അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ പറയാം. നമ്മളൊരു ഡെഫിനിഷൻ കാണാതെ പഠിച്ചത് പറഞ്ഞിട്ട് വലിയ കാര്യമില്ല. കാര്യം നമ്മൾ എന്താണെന്നറിയാതെ ഒരു സംഭവം കാണാതെ പഠിച്ചിട്ട് കാര്യമില്ല. എനിവൺ ഇൻ ദിസ് ഗ്രൂപ്പ്, ദ ക്വസ്റ്റ്യൻ ഇസ് നൗ ഓപ്പൺ ടു ഓൾ ഓഫ് യു. വാട്ട് ഈസ് എനിവൺ? Is it that nobody is answering, or do we have answers? ആരെങ്കിലും കയ്യിൽ ആൻസർ ഉണ്ടോ? ഇല്ല. You can speak out. അറിയില്ലെങ്കിൽ you say I'll carry on. പറഞ്ഞോളൂ. അറിയില്ല.
എനിവൺ? അറിയില്ല സർ, സോറി. ഓക്കെ ഓക്കെ ഫൈൻ. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. ഇത് മനസ്സിലാകാനുള്ള ഏറ്റവും എളുപ്പ വഴി, നമ്മളൊരു സിമ്പിൾ ടാസ്ക് ഈ 3 ലെവലിലുള്ള മെഷീൻസിനെ ഏൽപ്പിച്ചാൽ എങ്ങനെയാണെന്ന് നോക്കാം. നമ്മുടെ ഇന്നത്തെ ടാസ്ക് എന്ന് പറയുന്നത്, ഞാനൊരു ഫണ്ണി ടാസ്ക് എടുക്കാൻ പോകുന്നു. എന്നാൽ നിങ്ങൾക്ക് ഇനിയും മറന്നുപോകില്ല, അല്ലെങ്കിൽ ഇത് മറന്നു ഇനിയും മറന്നു. നമ്മുടെ മുമ്പിൽ 3 മെഷീൻസ് ഉണ്ട്. ഒന്ന് മെഷീൻ ലേണിംഗ് ലെവലിലുള്ള മെഷീനാണ്, ഒന്ന് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്, ഒന്ന് ഡീപ്പ് ലേണിംഗ് ലെവലിലുള്ള മെഷീനാണ്. 3 മെഷീൻ. ഈ 3 മെഷീൻസിനെ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്ക് കേട്ടാൽ നിങ്ങൾ ചിരിക്കും. ലവ് ലെറ്റർ എഴുതാൻ ഏൽപ്പിച്ചു വിചാരിക്കാം. ഇത് ഞാൻ ഇതെടുക്കാൻ കാര്യം മറന്നല്ല, ഇനി ജന്മത്ത് മറന്നു വരുന്ന സംഭവം. അപ്പോൾ നമ്മൾ ഏൽപ്പിച്ചിരിക്കുന്ന ടാസ്ക് ലവ് ലെറ്റർ എഴുതുക എന്നുള്ളതാണ്. മെഷീൻ 1 മെഷീൻ ലേണിംഗ് ലെവലിലാണ്, മെഷീൻ 2 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലെവലിലാണ്, മെഷീൻ 3 ഡീപ്പ് ലേണിംഗ് ലെവലിലാണ്. എന്ത് സംഭവിക്കും നമ്മൾ നോക്കാം. ഈ മെഷീൻ ലേണിംഗ് ലെവലിലുള്ള മെഷീൻ ലേൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, പ്ലീസ് നോട്ട്, ഇത് 3 പ്രോഗ്രാം ചെയ്ത മെഷീൻസ് അല്ല, 3 സെൽഫ് ലേണിംഗിന് കഴിവുള്ള മെഷീൻസ് ആണ്. 3 റോബോട്ടിക്സിന് വേളിലുള്ള മെഷീൻസ് ആണ്, സെൽഫ് ലേണിംഗ് കപ്പാസിറ്റി ഉള്ള മെഷീൻസ് ആണ്. അപ്പൊ ആദ്യത്തെ മെഷീൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ, മെഷീൻ ലേണിംഗിലുള്ള മെഷീൻ ട്രയൽ ആൻഡ് എററിലൂടെ ഇത് പഠിക്കും. What it will do is, it will try combining various combination of words and phrases. അങ്ങനെ ട്രയൽ ആൻഡ് എറർ ആദ്യം ചെയ്തത് മീനിങ്ലെസ് ആയി. അപ്പൊ നമ്മൾ ഇവാലുവേറ്റ് ചെയ്ത് പറഞ്ഞു ഇത് മീനിങ്ലെസ് ആണ്, ഇത് ലവ് ലെറ്റർ അല്ല, carries no meaning. It will redraft again. It will draft thousands of times and finally come out with a letter much better than any letter you and I can draft. So machine learning is simply a trial and error process. അത് ചെയ്ത് പഠിക്കുക. നമ്മൾ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലെവലിലേക്ക് വരുമ്പോൾ ഇറ്റ് വർക്ക്സ് മോർ ഓർ ലെസ് ലൈക്ക് ഹ്യൂമൻ ബ്രെയിൻ. ഇപ്പൊ നമ്മൾ ഒരു ലവ് ലെറ്റർ എഴുതുന്ന ചുമ്മാ കുറെ വാക്കുകൾ ഇറക്കിയിട്ട് അത് തെറ്റിപ്പോയി വെട്ടി അങ്ങനെയല്ലല്ലോ. വി ഹാവ് എ തോട്ട് പ്രോസസ് ബിഫോർ റൈറ്റിംഗ് ദ ലെറ്റർ. ഓർ ഇൻ അതർ വേർഡ്സ്, നമ്മൾ ആദ്യം എഴുതുമ്പോൾ തന്നെ കുറെയൊക്കെ ഒരു പ്രിസിഷൻ വരും, പിന്നെ അതിനൊരു ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. സോ വെൻ യു റീച്ച് ദി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലെവൽ, ഇറ്റ്സ് നോട്ട് സിംപ്ലി ട്രയൽ ആൻഡ് എറർ അല്ല, അതൊരു അനലിറ്റിക്കൽ പ്രോസസ്സിന് ശേഷമുള്ള അറ്റംപ്റ്റ് ആണ്. അങ്ങനെ പ്രസന്റ് ചെയ്ത സംഭവത്തിൽ പിന്നെ കറക്ഷൻസ് ഉണ്ടാകാം. നമ്മൾ ചെയ്യുന്ന പോലെ നമ്മളെങ്ങനെ ഈ ലവ് ലെറ്റർ എഴുതുക, വെറുതെ കുറെ വാക്ക് പറക്കിയിട്ട് അത് വെട്ടി പിന്നെ വീണ്ടും വേറെ വാക്കിട്ട് ഇങ്ങനെയല്ല. നമ്മൾ ആദ്യം നമ്മളുടെ നോളജും ഇതുവരെയുള്ള നോളജും നമ്മളുടെ വൊക്കാബുലറിയും നമ്മുടെ ലാംഗ്വേജിലെ പ്രൊഫഷൻസി ഒക്കെ വെച്ചിട്ട് നമ്മൾ ഒരെണ്ണം റീസണബിളി ഗുഡ് ഉണ്ടാക്കി പിന്നെ കറക്റ്റ് ചെയ്താൽ മതി. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേക്സ് എ ഗുഡ് പ്രോഡക്റ്റ് അറ്റ് ദ ഫസ്റ്റ് അറ്റംപ്റ്റ് ഇറ്റ്സെൽഫ്. മെഷീൻ ലേണിംഗിലോ ആദ്യം വരുന്നതൊക്കെ വെറും നോൺസെൻസ് ആയിരിക്കും. അത് ട്രയൽ ആൻഡ് എററിലൂടെ പഠിക്കാൻ. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആകുമ്പോൾ ആദ്യം വരുന്നതിന് കുറെ മീനിങ്ഫുൾ ആണ്, പിന്നെ അല്പം ഇംപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പെർഫെക്റ്റ് ആയി. ഡീപ്പ് ലേണിംഗ് പോകുമ്പോൾ ആ ലെവലിലേക്ക് നമ്മുടെ ബിടെക് പ്രോഗ്രാം ഇപ്പോൾ എത്തിയിട്ടില്ല. അത് ഇപ്പോൾ ഡോക്ടറൽ ലെവലിലൊക്കെ നിൽക്കുന്ന PhD ലെവലിലുള്ള സംഭവമാണ് ഡീപ്പ് ലേണിംഗ്. അതായത് സംഗതി എന്താണെന്ന് വെച്ചാൽ, അത് ഹ്യൂമൻ തോട്ട് പ്രോസസ്സിനെ വെല്ലുന്ന ഒരു പ്രോസസ്സാണ്. അതിലും ഫാർ ഇന്റലിജന്റ് ആയിട്ടുള്ള പ്രോസസ്സാണ് ഡീപ്പ് ലേണിംഗ്. ഇതിലെന്താ സംഭവിക്കുക, ഡീപ്പ് ലേണിംഗ് ലെവലിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു മെഷീനോട് നമ്മൾ ഈ പറഞ്ഞ ലവ് ലെറ്റർ എഴുതാൻ പറഞ്ഞാൽ അത് ചെയ്യാൻ പോണത് ഇന്നേ വരെ ലോക ചരിത്രത്തിലുള്ള ക്ലാസിക് ലവ് ലെറ്റേഴ്സ് മുഴുവൻ ആദ്യം സ്കാൻ ചെയ്യും. അതിലെ ഏറ്റവും നല്ല ഫ്രേസിയോളജി കോമ്പസിഷൻ അതിൽ നിന്ന് പെറുക്കി മിക്സ് ചെയ്ത് you will get an output far superior to anything that any one of us can generate, because it has done deep learning. ആ വേർഡിൽ തന്നെ അതിന്റെ മീനിങ്. ഡീപ്പ് ലേണിംഗ് ലെവലിലേക്ക് ഹ്യൂമൻ ബ്രെയിനിൽ പോകാൻ പറ്റില്ല. ഡീപ്പ് ലേണിംഗ് ലെവലിൽ എത്തണമെങ്കിൽ നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഡേറ്റയും പഠിച്ചിട്ട് വരണം. അങ്ങനെ ഒരു മനുഷ്യനെ കൊണ്ടാവില്ല. അപ്പൊ ഡീപ്പ് ലേണിംഗ് ലെവലിൽ നമ്മളെക്കാളും ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള ഔട്ട്പുട്ട് കിട്ടും. The system does a complete and comprehensive study of available materials on the internet, which is a huge volume of materials.
and it comes out with a product far superior to what any human being can create. So that's the level of deep learning. അപ്പോൾ ഒന്നുകൂടെ പറഞ്ഞു, മെഷീൻ ലേണിംഗ് വെറുതെ ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. അത് ഓരോ തവണ ട്രൈ ചെയ്ത് മിസ്റ്റേക്ക് ആയി, വീണ്ടും ട്രൈ ചെയ്ത് കുറച്ചുകൂടെ ശരിയായി, ഇങ്ങനെ ശരിയായി കുറച്ച് പെർഫെക്ഷനിലേക്ക് വരും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വരുമ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ ഒരുപാട് ചിന്തിച്ചു, കുറച്ചൊക്കെ പഠിച്ചിട്ടും ഒക്കെ ഹ്യൂമൻ ബ്രെയിൻ ചെയ്യുന്ന പോലെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കുറെ പെർഫെക്ഷൻ ഉണ്ടാവും. പിന്നെ ഒരു ടച്ചപ്പ് ചെയ്ത് കഴിഞ്ഞാൽ എൻ പ്രൊഡക്റ്റ് ആയി. ഡീപ് ലേണിംഗ് ലെവലിൽ വരുമ്പോൾ ഇറ്റ് സ്റ്റഡീസ് എവറി അവൈലബിൾ ഇൻഫർമേഷൻ ഇൻ ദറ്റ് കോണ്ടെക്സ്റ്റ്. ആ കോണ്ടെക്സ്റ്റിൽ കിട്ടാവുന്ന മുഴുവൻ റിസർച്ച് ചെയ്ത് പഠിച്ച് ഒരു വളരെ ക്ലാസിക് ഔട്ട്പുട്ടിലേക്ക് പോകും. ഡീപ് ലേണിംഗ് മച്ച് ബിയോണ്ട് ഹ്യൂമൻ കേപ്പബിലിറ്റീസ്. ഇതാണ് ഡിഫറൻസ്. ഹാവ് യു അണ്ടർസ്റ്റുഡ് ഓർ നോട്ട്? Question open. You can respond. Sir, clear, sir. Clear. Who is answering? Who is Rahul. answering? Rahul, why don't you explain? അപ്പോൾ ഞാൻ എൻ്റെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ്, മനസ്സിലായി ഒന്നറിയാൻ വേണ്ടിയിട്ടാണ്. മെഷീൻ ലേണിംഗ് എന്ന് പറയുമ്പോൾ ട്രയൽ എറർ പ്രോസസ്സാണ്. ആദ്യം കുറെ തെറ്റുകൾ വരുത്തി അതിൽ നിന്ന് തെറ്റുകളിൽ നിന്നും പഠിച്ച് എടുക്കുന്ന ഒരു പ്രോസസ്സാണ് മെഷീൻ ലേണിംഗ്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്നത് അത് സ്വയം പഠിച്ച ഒരു പ്രോസസ്സാണ്. അത് ഇനീഷ്യലി ബെറ്റർ ആയിട്ട് ചെയ്യും. ഡീപ്പ് ലേണിംഗ് എന്ന് പറയുമ്പോൾ റിസർച്ച് നടത്തി കിട്ടുന്ന എല്ലാം റിസോഴ്സസ് വഴി പഠിച്ച് പെർഫെക്റ്റ് ആയിട്ട് ദ ബെസ്റ്റ് ഔട്ട്പുട്ട് തരും. ഇതാണ് ഡീപ്പ് ലേണിംഗ്. തേർഡ് ഇയർ ഈസി സർ. എവിടെയാണ് ചെയ്യുന്നത്? മലബാർ കോളേജ് എഞ്ചിനീയറിംഗ് ദേശമംഗലം. വണ്ടർഫുൾ. യുവർ കോളേജ് ഇസ് ഗുഡ്. നേരത്തെ റെസ്പോണ്ട് ചെയ്ത നന്നായി പറഞ്ഞു. നല്ല അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ നിങ്ങളെ കേസിൽ ഇത്തിരി ലേറ്റ് ആയി പോയി. കാര്യം നിങ്ങൾ ബിടെക് വേറെ സ്ട്രീംസ് ഒക്കെ എടുത്തു കഴിഞ്ഞു. പക്ഷെ ഇനി വരുന്ന പിള്ളേർക്ക് കിട്ടാൻ പോകുന്ന വലിയൊരു പാട്ടാണ് ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ചെയ്യാമെന്നുള്ളതാണ് കാര്യം. അപ്പൊ നമുക്കിപ്പോ ഓൾറെഡി മനസ്സിലായി ഇതേവരെയുള്ള ഏത് ടെക്നോളജി സ്ട്രീമിനേക്കാളും സുപ്പീരിയർ ആണ്. കാര്യം നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെയാണ്, പ്രോഗ്രാംഡ് ആയിട്ടുള്ള ഒരു റോബോട്ടിനെ അല്ല. So you know that we are going to learn something which is far superior to what every other engineering graduate has learned so far. Please note, ഇപ്പൊ ആർക്കിടെക്ചർ എടുത്താൽ നമ്മളിപ്പോ ഹ്യൂമൻ ബ്രെയിൻ ആണ് ഒരു ആർക്കിടെക്ചറൽ ഡ്രോയിങ് ക്രിയേറ്റ് ചെയ്യുക. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ഡീപ് ലേണിംഗ് ഒക്കെ ആർക്കിടെക്ചറിനുള്ള സ്കിൽസ് ഗെയിൻ ചെയ്ത് കഴിയുമ്പോൾ ലോകത്തെ ഏറ്റവും നല്ല ആർക്കിടെക്റ്റിനെക്കാളും സുപ്പീരിയർ ആയിട്ടുള്ള ആർക്കിടെക്ചറൽ ഡിസൈൻസ് വരും. ഇൻ അതർ വേർഡ്സ്, നമ്മള് ഈ ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ വരുന്നവര് ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത് ടെക്നോളജിയുടെ എല്ലാ മേഖലയിലും ഇന്ന് മനുഷ്യരെത്തി നിൽക്കുന്ന ലെവലിനേക്കാളും ഫാർ സുപ്പീരിയർ ആയിട്ടുള്ള അക്കംപ്ലിഷ്മെന്റ്സും ടാസ്കും റിസൾട്ട്സും നമുക്ക് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു സ്ട്രീമാണ് ബിടെക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. So I'm so happy that this college, Christ Knowledge City, is introducing a BTech in artificial intelligence. അപ്പോൾ നമ്മള് ടെക്നോളജിയിൽ ഇപ്പോൾ പഠിക്കുന്ന ആൾക്കാർ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് എംടെക് എ പറ്റുമോ നോക്കുക. അത് നടന്നില്ലെങ്കിൽ എന്തെങ്കിലും നല്ല ആഡ് ഓൺ പറ്റുമോ നോക്കുക. പിന്നെ നിങ്ങൾ ഇൻസ്പയർ ചെയ്യേണ്ടത് നിങ്ങളുടെ യങ്ങർ ബ്രദേഴ്സ്, സിസ്റ്റേഴ്സ്, ഫ്രണ്ട്സ്, നെയ്ബേഴ്സ്, അവരോടൊക്കെ ബിടെക്കിലെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഈ സ്ട്രീം അവർക്കൊരു അവസരം പോലെ തുറന്നിട്ടിരിക്കുകയാണ്. ഇതുവരെ ഈ രംഗത്ത് ക്വാളിഫൈഡ് ഗ്രാജുവേറ്റ്സ് ഇല്ല. ടെക്നോളജി ഗ്രാജുവേറ്റ്സ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സ്പെഷ്യലൈസേഷൻ കാര്യമായിട്ടില്ല. അപ്പോ അപാര സാധ്യതകളുണ്ട്. അപ്പൊ നിങ്ങൾ അവരെ ഇൻസ്പയർ ചെയ്യാണ് വേണ്ടത്. ഈസ് ദി ഐഡിയ ക്ലിയർ? Now I would get some feedback from you because we are running out of time. Feedback means anybody can speak out. നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായോ, നിങ്ങൾ ഇൻസ്പയർഡ് ആണോ എന്നുള്ളതാണ് എനിക്ക് അറിയേണ്ടത്. ഫ്രാങ്ക് ആയിട്ട് സംസാരിക്കുക. എനിബഡി ഓപ്പൺ now. We have just 5 minutes for this. സർ, Yeah. ഈ 1 മണിക്കൂർ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റിയതിന്റെ ഒരു മിനിമം മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. Okay. കാരണം നമുക്ക് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ ഒരു വലിയ ടോപ്പിക് ആണ്. വലിയ ഏരിയയാണ്, വളരെ വലിയ. അതുകൊണ്ട് വെറും 1-2 ടോപ്പിക് മാത്രമാണ് ഇപ്പൊ ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളൂ. ഇനിയും ക്ലാസ് കിട്ടിയാൽ നന്നായിരിക്കും.
Tarun, webinar series on. Who is speaking? Okay. Sanjay. Rahul. Rahul, definitely you will get, don't worry. Thank you. More response. Where are the boys are speaking? Where are the girls? Response, please. Girls. നിങ്ങളൊക്കെ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞ മേഖല നിങ്ങൾക്ക് ഔട്ട്ഷൈൻ ചെയ്യാം ബോയ്സിന് വരെ. Why don't you respond? Anyone? Or more responses from boys, because girls are not coming out with the response. Boys, please. Okay. Actually, it's a shame. So many girls are attending this webinar. Nobody is speaking out. Is it such that you don't have the confidence to speak out? Save your gender, save the prestige, pride of your gender. Go ahead. Somebody speak up. Okay. Anyone? Okay, let me ask Asif again, the person who responded first. You give me a feedback on the session, Asif. Go ahead. സർ രാഹുൽ പറഞ്ഞ പോലെ തന്നെ എനിക്കും പറയാനുള്ളൂ. അതായത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം വലിയൊരു സ്ട്രീം തന്നെയാണ്. അതിൽ നിന്നുള്ള ഒരു 1 hour കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതിന്റെ ഒരു മിനിമം ചെറിയൊരു പെർസെന്റേജ് മാത്രമേ ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും ഞങ്ങൾക്ക് ഇതുവരെ അറിയാത്ത ചില കാര്യങ്ങൾ എന്താ പറയാ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങൾ പുതുതായിട്ട് പഠിക്കാൻ പറ്റി. Okay. Now, Asif, your batchmates are there in this webinar. Others? Batchmates ഉണ്ടോ ഈ വെബിനാറിൽ അറ്റൻഡ് ചെയ്യുന്നുണ്ടോ വേറെ? I don't know. You're not sure. Okay, fine. The problem is I wanted more wider response. Nothing is happening. Any batchmates that you know in this group or college mate? ഈ രാഹുൽ എന്റെ കോളേജിലാണ്, വേറെ ആരെങ്കിലും ഉണ്ടോ എന്ന് എനിക്കറിയില്ല. Rahul and you are responding well. കുട്ടികൾ കുറെ ഉണ്ട് കോളേജിലെ ക്ലാസ്സിലൊക്കെ ആയിട്ട് കുറെ പേരുണ്ട്. ഒരു പേര് കാണുന്നുണ്ട്. ഒരു പേര് പറഞ്ഞു ഞാൻ വിളിക്കാൻ കാര്യം. I want to respond from the other side, other gender also. Tell me one name. പേര് പറയാനാണെങ്കിൽ കുറെ പേരുണ്ട് സാർ. അക്ഷയ് ഉണ്ട്, അമൽ ഉണ്ട്. അല്ല ഒരു പേര് പറഞ്ഞാൽ ഒരു ഗേൾസ് എന്താണ് പേര്? ഗേൾസ് ആണോ? ഒരാള്. നിങ്ങൾ ബോയ്സ് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടല്ലോ. ഗേൾസ് ജിനിഷ സർ. Spelling Jinisha. Yes. Okay. Now Jinisha, I am inviting you. Speak out. Where is Jinisha? Yeah. Why don't you speak out? Don't feel shy, come out. Okay, yeah. Okay, guys, as correctly pointed out by Rahul and Asif, two keen participants in this webinar. This is just the first of the webinar series, which gave you through light on some of the things that you didn't know about AI. But then, as you know, it's a huge, vast subject. And we have just touched the tip of the iceberg. So I promise, Rahul, Asif, we will have more sessions. Is that okay? Rahul and Asif. Thank you. Okay. And why don't you prompt your friend to respond? Any one of them, your friends from the campus. ഇതൊന്നും പറഞ്ഞു ചെയ്യിക്കേണ്ടതല്ലോ, തോന്നുകയാണെങ്കിൽ ചെയ്താൽ മതി. Okay, fine. For my satisfaction, I should make sure that you understand. For boys in the side, എനിക്ക് ഏതാണ്ട് കിട്ടി. What about the other gender? Okay, anyway.
Anyone? Once again, last call. Yeah. Sir, I'm Sharanya. Okay, please. Thank you, Sharanya. You are saved the prestige of your gender. Go ahead. Yeah. Okay. Sir, class ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ആക്ച്വലി എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്ന ഒരു ടോപ്പിക്കല്ല. കുറെ കാര്യങ്ങളൊക്കെ മനസ്സിലായി. So thank you for that. Great. Sharanya, what are you doing? ഞാൻ B.Tech ആണ് സർ. ക്രൈസ്റ്റ് കോളേജിൽ തന്നെ. Fourth year, final year actually. Stream ഏതാണ്? Civil. Civil. Fine. Okay. Yeah. Okay. Thank you, sir. Thank you so much. Okay. That's great. അതായത് ഇത്രയും ഇൻട്രസ്റ്റിംഗ് ആയി എന്ന് ശരണ്യ പറയുമ്പോൾ ഞാനത് ഐ തോട്ട് ഇറ്റ് ഷുഡ് ബി ബോറിംഗ്. കാര്യം വല്ലാത്ത കോംപ്ലിക്കേറ്റഡ് ടോപ്പിക്കാണ്. അപ്പോൾ ശരണ്യ ഇൻട്രസ്റ്റിംഗ് എന്ന് പറയുന്നത് ഇറ്റ് മേക്സ് മൈ ഡേ. താങ്ക് യു വെരി മച്ച് ശരണ്യ. താങ്ക് യു. It's okay. Thank you, sir. Okay. Wonderful. So, well, yeah, please. Someone else. Hello, sir. Yeah. I'm Devika, sir. Hello. Yeah. Parnolu. Hello, sir. I'm Devika from Christ University, sir. Okay. I'd like to share my views on your class. ഞങ്ങളിപ്പോ ഈ ഒരു ലോക്ക്ഡൌണിൽ ഓൾമോസ്റ്റ് ഒരു 5-6 വെബിനാർ ഞങ്ങൾ ഇങ്ങനെ അറ്റൻഡ് ചെയ്തിരുന്നു. അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് തോന്നി സാറിന്റെ ക്ലാസ്. കാരണം വെച്ചാല് എല്ലാ വെബിനാറും ഞങ്ങൾ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടിട്ട് എന്താ പറയാ ഇത്ര ഇന്ററാക്റ്റീവ് ആയിട്ട് തോന്നിയില്ല. മീൻസ് ഇന്ററാക്ട് ചെയ്യാനുമുള്ള ഒരു ഇത് തോന്നി. സാറിന്റെ സെക്ഷൻ വളരെ നല്ലായിരുന്നു. Thank you very much. That's Devika. Thanks a lot. So she was actually appreciating the interactiveness of this session. Wonderful. Thank you very much. So hello, I sir. promise you will. Yeah. Yes. Speak up. Yes. Hello, sir. Range problem. പിന്നെ അതിന്റെ കൂടെ ഒരുപാട് നോയ്സസ് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഒരുപാട് ഇന്ററാക്റ്റീവും പറ്റാത്തതും. Okay. I understand. ഫ്രം ക്രൈസ്റ്റ് ഷിപ്പ് ബിൽഡിംഗ് ആണ്. അപ്പൊ ഞാൻ ഇതുവരെ വിചാരിച്ചിരുന്നത് AI എന്ന് പറഞ്ഞാൽ റോബോട്ടിക്സ് ആണ് മെയിൻ എന്ന് വിചാരിച്ചിരുന്നതാണ്. എന്റെ സങ്കല്പം എല്ലാം തെറ്റാണെന്ന് മനസ്സിലായി. റോബോട്ടിക്സ് മാത്രമല്ല AI. Your name, please. Thank you, sir. Your name? Donna Donald Gomez. Donna, wonderful. Donna. Great feedback. Thank you very much. Thank you. Sir. Yeah. Respond. Okay, go ahead. അല്ല സാറിന്റെ പേര് ചോദിക്കാൻ മറന്നുപോയി. Fine. I'm sorry. Name is Dr. Shahjahan. ഞാൻ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സിന്റെ ഒരു അഡ്വൈസറി റോളിലാണ്. അപ്പൊ അതിന്റെ കൂട്ടത്തില് ഞാൻ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ബ്ലോക്ക് ചെയിനും ഞാനും ക്രൈസ്റ്റ് നോളജ് സിറ്റിയുടെ ചെയർമാനും വളരെ കാലമായിട്ട് പിള്ളേർക്ക് ഈ ഏരിയയിൽ എക്സ്പോഷർ കൊടുക്കണമെന്ന് ഡിസ്കസ് ചെയ്തിരുന്ന അവസാനം ഞങ്ങൾ AICTE എഴുതി. അങ്ങനെ വന്നിട്ടുള്ള കോഴ്സസ് ആണ് ഇത് രണ്ടും. I hope all engineering aspirants in this country would benefit from this initiative from this institution. Actually, Christ Knowledge Cityയുടെ ചെയർമാനും ഞാനും ഒരുപാട് തവണ ഇവിടെ തന്നെ സെമിനാർസ് വെക്കാൻ നോക്കിയിട്ടുണ്ട്. അപ്പൊ അന്ന് ആർക്കും ഇതിനെക്കുറിച്ച് അറിയില്ല, അതുകൊണ്ട് സ്റ്റുഡന്റ് ഇൻട്രസ്റ്റ് ഇല്ല, അങ്ങനെയൊക്കെ ഫിസിൽ ഔട്ട് ചെയ്ത് പോയി. ഫൈനലി ഇതൊരു B.Tech ആയി. വണ്ടർഫുൾ. So that is the greatest gratification that both of us have. Thank you very much. Thank you. So,